അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും പീഡനം. എല്ലാവർക്കും നമസ്കാരം. ഈ തെറി വിളിക്കുന്നവർ വിളിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വാലും തുമ്പും കണ്ടിട്ട് തെറി വിളിക്കാൻ നിൽക്കില്ല. അതുപോലെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എങ്ങനെയാണ് മേഘയെ ന്യായീകരിക്കാൻ തോന്നി? അവനെ ചതിച്ചുകൊണ്ട് ഒളിച്ചോടി പോയിട്ട് നിനക്ക് എങ്ങനെ അവളെ ന്യായീകരിക്കാൻ തോന്നിയത്? ഞാൻ എവിടെയാണ് അവളെ ന്യായീകരിച്ചത്? ന്യായീകരിച്ചതായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അവളുടെ ഭാഗത്ത് എന്തോ ഒരു ശരിയുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയ ശേഷം ഞാൻ സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ വല്ലതൊക്കെ തോന്നിക്കാണും. ഓക്കെ, അതെന്റെ തെറ്റല്ല. ഓക്കെ, അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഈ മേഘ എന്ന് പറയുന്നവളുടെ ചരിത്രം എടുത്തപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, അത് അത്രയും മ്ലേച്ഛകരമായിട്ടുള്ള ഒരു ചരിത്രമാണ്. ഇവളുടെ അമ്മ പോലെയാണ് ഇവളും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇവൾക്ക് ഒരച്ഛനുണ്ട്. അതിനുശേഷം ഇവളുടെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു. അത് കുറച്ച് സീനൊക്കെ ആയിട്ടൊക്കെ തൂക്കിപ്പറക്കിയൊക്കെയാണ് അടുത്ത് രണ്ടാമത് കല്യാണം കഴിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെയാണെങ്കിൽ മോളിങ്ങനെ ആയെന്ന് വേറൊരു രീതിയിലും കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇവരെയൊക്കെ റിലേറ്റീവ്സും ദൂരെ കൂടെയുള്ള ബന്ധുക്കളും അയൽവാസികളും കൂട്ടുകാരും ഒക്കെ ആയിട്ടിരുന്നവരൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ അറിഞ്ഞത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. അഖിലിൻ്റെ അവസ്ഥ ഗതികെട്ട അവസ്ഥ. കാരണം ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അച്ചീവ്മെന്റ് നേടിയെങ്കിലും ഇപ്പൊ അവൻ നാണം കെട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവൻ തന്നെ അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ഈ കണ്ടന്റിന്റെയും സിനിമയുടെ ഒക്കെ പിറകെ നടന്ന് അവളെ കുറച്ച് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ കുറച്ച് കെയർ കൊടുത്തില്ല, കെയർ കിട്ടാതെ വന്നപ്പോൾ കെയർ ഇല്ലാത്ത ഏട്ടത്തി വേറെ കെയർ തേടിപ്പോയി. ഓക്കെ എന്നൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ അവർ 8ാം ക്ലാസ് മുതലോ 9ാം ക്ലാസ് മുതലോ ഒക്കെ തുടങ്ങിയ പ്രണയമാണ്. അതിനുശേഷം അവർ കല്യാണം കഴിച്ചതാണ്. ആ 8ലും 9ലും തുടങ്ങിയ കാര്യം അവൻ പറഞ്ഞിട്ടില്ല. അത് പറയാത്തതിന്റെ റീസൺ, അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അമ്മയുടെ കേസ് അത് കുപ്പൊങ്ങി വരും, ഇങ്ങനത്തെ കുറെ ഒരു വിഷയങ്ങൾ കാരണമാണ് അവൻ പിന്നെ അതൊന്നും പുറത്തു പറയാതെ അല്ലാണ്ട് കണ്ട് പരിചയപ്പെട്ട അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇനി ഇവളുടെ കല്യാണത്തിനുള്ള വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം പോകുന്നത് ഇവളുടെ അച്ഛൻ, രണ്ടാമത്തത് ബാക്കി ഇരിക്കുന്ന വെള്ള ഷർട്ട് രണ്ടാമത്തെ അച്ഛൻ, ആദ്യത്തെ അച്ഛൻ രണ്ടാമത്തെ അച്ഛനെ ഒരുമിച്ച് ഇരിക്കുന്നത്. അതായത് ഇവളുടെ അമ്മ ആദ്യം ഉള്ള ആളിനെ കല്യാണം കഴിച്ചു. അതിനുശേഷം ഇങ്ങേരുമായിട്ട് ബന്ധത്തിലായപ്പോൾ അങ്ങേരെ കളഞ്ഞ് ഇങ്ങേരെ കല്യാണം കഴിച്ചു ഇവളുടെ അമ്മ. ഇതിലും ഒരു കുട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ചിന്നു അങ്ങനെ എന്തോ ഒരു കുട്ടി ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അച്ഛൻ ഇവളുടെ കല്യാണം ആയതുകൊണ്ട് ഇവളുടെ സ്വന്തം അച്ഛനായതുകൊണ്ട് അങ്ങേര് വന്നു. അതാണ് അവസ്ഥ. അതിനുശേഷം അങ്ങനെ അവരെ കല്യാണം, കുടുംബം, ജീവിതം ഒക്കെ ആയി. പക്ഷേ ഇവളെ കല്യാണം കഴിച്ചപ്പോൾ ഇവന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളത്തെ വർഷത്തെ പ്രണയമായിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇവള് കാണിച്ചിട്ടുള്ള ശുദ്ധ തന്തയില്ലായ്മ തന്നെയാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. അന്വേഷിച്ചപ്പോൾ പറയാൻ സാധിച്ചത് ശുദ്ധ തന്തയില്ലായ്മ തന്നെയാണ്. അവൻ കുറച്ച് കെയർ കൊടുത്തില്ല, അല്ലെങ്കിൽ ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ അവൾക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ കിട്ടിയില്ല. ഉള്ളത് തന്നെയാണ് കിട്ടേണ്ട കാര്യങ്ങൾ. ഞാൻ പറയാതെ തന്നെ ഊഹിച്ച് ഊരിപ്പിച്ചോ. കുറച്ച് കിട്ടാത്തത് കൊണ്ട് അവൾ വേറെ തേടിപ്പോയി. ഓക്കെ, അതും ഈ കോളേജിലെങ്ങാണ്ട് പഠിക്കാനൊക്കെ പോയ സമയത്ത് ആരൊക്കെ ശല്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇവൻ്റെ കൂടെ ജസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവൾ അതിനു മുമ്പ് അവനുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇവർക്ക് 22 വയസ്സേ ഉള്ളൂ. എടുത്തു ചാട്ടമാണ്, പ്രായത്തിന്റെ കഴപ്പാണ്, പ്രായത്തിന്റെ കടിയാണ്, എന്ത് തേങ്ങ മാങ്ങ തൊലിയൊന്നും അറിയത്തില്ല. എന്തായാലും മൂഞ്ചി ഇപ്പോൾ. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, ഇവക്ക് സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചൂടെ? ഓക്കെ, ഇത്രയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന നല്ല 10 ആൾ അറിയുന്ന ഒരുത്തനാണ് അഖിൽ. അപ്പൊ അവന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നാട് മൊത്തം നത്തം കൊണ്ട് ചീഞ്ഞളിഞ്ഞ് അവിയൽ പരുവത്തിലാവും എന്നുള്ള കാര്യം ചിന്തിച്ചൂടെ? അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് മാന്യം മര്യാദയ്ക്ക് തൊലിക്കട്ടി ഉണ്ടായിരുന്നെങ്കിൽ, നല്ല ഒരു പോട്ടെ കുറച്ച് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ളവൻ്റെ പോകാമായിരുന്നു. ഇതിപ്പം തീട്ട കേസായിപ്പോയി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ അവളെ ന്യായീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഒരു ഒളിച്ചോട്ട കേസുകളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അഖിലിന് ഒരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞത് കൊണ്ട്, അത് കൺഫേം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ തീർത്തും പറയാത്തത്. ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത്. ഞാൻ അത്യാവശ്യം ഒരു സർക്കിളിൽ കൂടിയൊക്കെ എന്നാൽ കഴിയുന്ന ഹോൾഡ് വെച്ചൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അഖിൽ ചെയ്തത് തെറ്റത്തനാണെന്ന് പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളൊരു പെണ്ണിൻ്റെ ലൈഫിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ, അഖിലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ പ്രശ്നം ഇല്ലെങ്കിലോ, വാട്ട് എവർ ഇറ്റ് ഈസ്,
ഇവൾ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. മാന്യ മര്യാദയ്ക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വേർപെട്ടതിന് ശേഷം മറ്റൊരു കല്യാണം കഴിക്കായിരുന്നു. അല്ലാണ്ട് കടിമൂത്തെന്ന് പറഞ്ഞ് ചൊറിയാൻ പോകാതിരിക്കുക. ഓക്കെ, അത് വളരെയധികം മ്ലേച്ഛമായി പോയി. പിന്നെ BPD, ഇവർക്ക് BPD അല്ല തേങ്ങ, അങ്ങനത്തെ ഒരു സംസാരം കൂടി ഉണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കാം. പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം, പുരുഷന്മാരോടാണ് പറയുന്നത്. നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും ബോധങ്ങളും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്നുള്ളൊരു ഒരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കിപ്പോൾ സെറ്റിലായിട്ട് നമുക്ക് കല്യാണം കഴിച്ച് ഇനി അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ നോക്കാൻ പറ്റും, ഫാമിലി നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഘട്ടം എത്തുമ്പോൾ മാത്രം കല്യാണം കഴിക്കുക. അല്ലാണ്ട് നമ്മൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ജോലി, പ്രൊഫഷൻ, തേങ്ങ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെയും തിരിഞ്ഞു നോക്കാണ്ട്, മക്കളുണ്ടെങ്കിൽ അവരെയും തിരിഞ്ഞു നോക്കാണ്ട് അമ്മാതിരി പരിപാടി ചെയ്യാതിരിക്കുക. ഇപ്പോൾ അഖിലായാലും ഇവിടെ അവൻ്റെ പ്രൊഫഷൻ, അവൻ്റെ കണ്ടന്റ്, സിനിമ ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൾക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ കിട്ടാതെയാവും. അവളെ ഞാൻ ന്യായീകരിക്കല്ല, ഇപ്പോഴും ഞാൻ പറയുന്നു, കിട്ടേണ്ട കുറേ കാര്യങ്ങൾ കിട്ടാണ്ടാവും. അപ്പോൾ അത് കൊടുക്കാൻ വേറെ കുറേ പേര് സൈഡിലൊക്കെ അമ്പും വില്ലും വലിച്ചു വെച്ച് നിൽക്കും തയ്യാറായിട്ട്. അപ്പോൾ കൊടുക്കാനുള്ളവർ കൊടുക്കാനായിട്ട് അങ്ങ് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവളോട് ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ കല്യാണം കഴിക്കുക. അല്ല നമ്മളൊരു കുട്ടിയുടെ കല്യാണം ജീവിതം തുടങ്ങി വെച്ചിട്ട് അവളെ തിരിഞ്ഞു നോക്കാതെ പട്ടിയെ പോലെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെയൊക്കെ ചാടിപ്പോവും. അത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ചാടിപ്പോകാൻ താല്പര്യമുള്ളവരാ, അല്ലെങ്കിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല, അവൻ എന്നെ നോക്കുന്നു പോലുമില്ല എന്ന് തോന്നലുള്ളവർ ഉറപ്പായിട്ട് നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് ബാക്കി ചെയ്യുക. ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോവുക. അല്ലാണ്ട് ആ പയ്യനെ നാണം കെടുത്തി ഒരുമാതിരി കൊട്ട പരിപാടി കാണിച്ചുകൊണ്ട് വെക്കരുത്. ഓക്കെ, അത് പറയണമെന്ന് തോന്നി. ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടോ. അവന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നതൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യ ലക്ക് വന്നത്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്, എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങള്? വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. വീഡിയോസ് എടുക്കാനും സപ്പോർട്ടാണ്, സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 2 വർഷം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. ഓക്കെ, വീഡിയോ എടുക്കാനും സിനിമയ്ക്കും എല്ലാം വൈഫ് സപ്പോർട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വോട്ടവർ. പക്ഷെ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേയും ഇവർ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരെ പലരും ഇവരുടെയൊക്കെ ക്ലോസ് സർക്കിളിലുള്ളവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് കറക്റ്റ് തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പലരും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ ഇവർ തമ്മിൽ പ്രശ്നമായിട്ട് പോയിട്ടുണ്ട്. ഇവൻ കണ്ടന്റിന്റെ പിന്നാലെ നടന്ന് ഇവളെ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഇവള് ഇതിനു മുന്നേ കോഴിത്തനം ആയിരുന്നു, ഇവളുടെ സ്വഭാവം കോഴിത്തനം ആയിരുന്നു. ഇവനുമായിട്ട് റിലേഷനിലായിട്ട് ഇടയ്ക്ക് വെച്ച് ഇവനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ്റെ അവിടെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് അങ്ങനത്തെയൊക്കെ കഥകളൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇവളും അത്ര വെടിപ്പല്ല. ഇവക്ക് ഈ പറഞ്ഞതുപോലെ ഇനി BPD ആണോ QPD ആണോ എന്നൊന്നും അറിയത്തില്ല. അത്യാവശ്യം നിൽക്കുന്ന പാർട്ട്ണർ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു മൂഡായിരിക്കും. ഓക്കെ, അതിൻ്റെ ഇതായ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവളുടെ അമ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ 2 ഭർത്താക്കന്മാർ. ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ അടുത്ത ഒരു ഇഷ്യൂ ആയിട്ടൊക്കെ തൂക്കി, അങ്ങനെ രണ്ടാമത് കെട്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെ മൊത്തം അൽക്കുലത്തുകളാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാന്യമായിട്ട് നമ്മൾ ഒരു ബന്ധം വേണ്ടെങ്കിൽ മാന്യത എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് വേർപിരിയുക, അടുത്ത് നിങ്ങൾ പോവുക. അത് ഓക്കെ, അതാണ് അതിൻ്റെ ഒരു അന്തസ്. അല്ലാണ്ട് അവിഹിതം, ഒളിച്ചോട്ടം, ഓരോ കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് 4 വാക്ക് ഓടുന്നത്, അതൊക്കെ തന്തയില്ലായ്മ എന്ന് ഞാൻ പറയും. ഓക്കെ, അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. വേറൊരു വീഡിയോ കൊടുക്കാമേ. അയ്യോ പാവം. மேகமாய் வந்து போகிறே வெண்ணிலா உன்னை தேடுகிறே யாரோ இதே என் நண்பே, அந்த மாதிரி. ഓക്കെ, പിന്നെ വേറെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റൊരുത്തൻ്റെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നതെന്ന്. ഞാൻ മറ്റുള്ള ഒരുത്തൻ്റെ ലൈഫ് എടുത്ത് വെച്ച് കളിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒരുത്തൻ്റെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അൽക്കുലത്ത് പരിപാടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അതാദ്യം സാമാന്യ ബോധം വെച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചുമ്മാ ഞാൻ എന്തോ കാട്ടപരാധം ചെയ്ത പോലത്തെ ഒരു സംസാരം. ഇനി ഒരു ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് ഫുള്ള് കേട്ട് നോക്കാം. നിങ്ങൾ കേൾക്കണം കേട്ടോ. ഹലോ, ഞാൻ ഷംന, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ? നമ്മുടെ വ്യക്തിത്വ വൈകല്യങ്ങളെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്.
അത് പലതരത്തിലുണ്ട്. അതിലൊന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD. നമ്മുടെ ഇമോഷനെ നിയന്ത്രിക്കാനാവാതെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. ഈ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ സ്വഭാവത്തെയും മൂഡിനെയും പെരുമാറ്റത്തിനെയും ഒക്കെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പഠനങ്ങൾ പറയുന്നത് 100-ൽ ഒരാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് BPD കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അതുമല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ഇങ്ങനെ എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ തലച്ചോറിലെ ഇമ്പൾസ് അഥവാ മൂഡ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും പീഡനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ BPD ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ BPD ഉള്ള ആൾക്കാരിൽ കടുത്ത സങ്കടം, വിഷാദം, അതുപോലെ ആങ്സൈറ്റി, ദേഷ്യം ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടും. അത് ചിലപ്പം കുറച്ച് മണിക്കൂറോ അതല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കാറുണ്ട്. മാത്രമല്ല അവർക്കൊരു പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ 1 മണിക്കൂറിനകത്ത് തന്നെ അവർ പലതരത്തിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കും. ചിലപ്പം കുറച്ച് സമയം ഭയങ്കര സങ്കടമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. BPD ഉള്ള ആൾക്കാർക്ക് മൂഡ് സ്വിങ്സ് വല്ലാണ്ടുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ വാല്യൂസും താല്പര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ചില കുട്ടികളുണ്ടാവും പഠിക്കണം എന്ന് ഭയങ്കര താല്പര്യമായിരിക്കും. നമ്മൾ അതിനൊക്കെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നെ കൊണ്ട് പറ്റൂല. അതേപോലെ ഈ ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ തുന്നലോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒക്കെ ഇതിനൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. എനിക്കത് ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അടുത്ത് വാശി പിടിച്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതെ അതൊക്കെ അവിടെ ഇടുക. അപ്പോൾ എന്തുകൊണ്ടിട്ട് എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറയും. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ്, അവർ 2 എക്സ്ട്രീമായിട്ടായിരിക്കും കാര്യങ്ങളെ കാണുക. നമ്മൾ പറയുമല്ലോ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരീൻ്റെ പുറത്ത്. അതേ പറഞ്ഞ പോലെ ഒന്നുകിൽ നല്ലതാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും, ചീത്തതാണെങ്കിലോ ഭയങ്കര ചീത്തതായിരിക്കും. ഈ നല്ലതുള്ള സമയത്ത് മറ്റുള്ളവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചീത്തതുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഒരാളുമായിട്ടുള്ള ബന്ധം അവർക്ക് ഭയങ്കര പാടാണ്. ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാളെ എക്സ്ട്രീമായിട്ട് വിശ്വസിക്കും. അയാളുടെ അടുത്ത് തെറ്റുണ്ടോ കാര്യമുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. ഇപ്പോൾ ഒരാളെക്കുറിച്ച് മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അയാൾ മോശം തന്നെ ആയിരിക്കും. അയാളെക്കുറിച്ച് നല്ലത് ആര് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് അയാളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളെ ഓർമ്മയിലുണ്ടാവുള്ളൂ. ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അവരുടെ ബന്ധങ്ങളെ ഇത് വല്ലാണ്ട് ബാധിക്കാറുണ്ട്. അവർ പെട്ടെന്ന് ഒരാളായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ ബന്ധങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കുകയൊന്നുമില്ല. അവർ ഉപേക്ഷിക്കുമോ എന്നുള്ള പേടിയിൽ അവർ പൊതുവെ ആ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കും. അതിപ്പോൾ പ്രണയബന്ധമാണെങ്കിലും അങ്ങനെ തന്നെ. ചില ആൾക്കാരൊക്കെ ചില കുട്ടികളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പ് പല ആളുകളായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലത്തെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താക്കന്മാരൊക്കെ ഇതേപോലെ ഫോൺ ചെയ്തിട്ടും ഇങ്ങനെ കുറേ ചാറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോഴും പറയുന്ന കാര്യമാണ് അവർക്ക് ഒരാളായിട്ടല്ല ഒരുപാട് ആൾക്കാരായിട്ട് ഇങ്ങനെ പ്രണയം റിലേഷൻഷിപ്പും ഉണ്ടെന്ന്. അതിപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടെ ചർച്ച ചെയ്ത് അവസാനം അവർ ഇനി അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ അറിഞ്ഞാൽ കൂടെ അവർ വീണ്ടും അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം എല്ലാവരെ സംബന്ധിച്ചും അവർ ഭയങ്കര ചീത്ത ആൾക്കാരാണെന്നുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ ഇത് അവരുടെ ഈ ഒരു സ്വഭാവ വൈകല്യം കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം BPD ഉള്ള ആൾക്കാർ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ മേടിക്കേണ്ടതെന്ന് അറിയില്ല. അവർ പീടിയെ കയറിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടുക. അതേപോലെ അവരുടെ കയ്യിലുള്ള പൈസ അതിന് തികയോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പൈസ ഉണ്ടാവോ അല്ലെങ്കിൽ ഇത് ഇത്ര ആവശ്യമുള്ള കാര്യമാണോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു കടയിൽ കയറി ഒരു ഡ്രസ്സ് കണ്ടു, അത് വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത കടയിൽ ഒരു ഡ്രസ്സ് കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ വളരെ സാധാരണമാണ് ഇവരുടെ ഇടയിലുള്ളത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല അവരതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കില്ല. അതുപോലെ ഇപ്പം നമ്മളൊരു BPD ഉള്ള ആളെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ ഇടയ്ക്ക് അവരുടെ ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ലുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കും. അവർക്കൊരു ഐഡൻറ്റിറ്റി
ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് അവർ ലഹരികൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത. എന്ന് വെച്ചാൽ മദ്യമായാലും ഡ്രഗ്സ് ആയാലും അതുപോലെ സ്മോക്കിങ്, അതല്ല ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ അവർ അടിമപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. BPD ഉള്ള ആൾക്കാർക്ക് സെൽഫ് ഹാം കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, BPD ഉള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ വരയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതേപോലെ പിച്ചി എടുത്തിട്ട് അവിടെയൊക്കെ മുറിൻ്റെ പാട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ സൂചി കൊണ്ടോ ഒക്കെ ഇങ്ങനെ വരയിടും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേദനിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയും. അതേപോലെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അവരിൽ കൂടുതലാണ്. മാത്രമല്ല ആത്മഹത്യ ഭീഷണിയും കൂടെ ഉണ്ടാവും അവരുടെ സൈഡിൽ നിന്നുള്ളത്. അവരൊറ്റക്കാണ്, അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ ഭയങ്കരമായിട്ടുണ്ടാവും. കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടെ, ഇപ്പോൾ ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നലായിരിക്കും. അതേപോലെ വിശ്വാസം അവർക്ക് അത്ര ഉണ്ടാവില്ല. നമ്മളൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവർ വിശ്വസിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരാലോചിക്കുക ഇവർക്ക് ആ കാര്യം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ സിംറ്റംസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെല്ലാവരും പറയുക, വീട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അവൾ ചീത്തയാണ് അല്ലെങ്കിൽ അവന് ചീത്തയാണ്, നന്നാവൂല, പറഞ്ഞാൽ അനുസരിക്കൂല, ഇത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് വരെ അതിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തലുകളുണ്ടാവും. ചിലർ ഭയങ്കര അടി കാര്യങ്ങൾ, ഭയങ്കര ചീത്ത പറയുക, ഉപദേശിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും മാറ്റങ്ങളില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതേപോലെ BPDൻ്റെ ഈ സിംറ്റംസ് ഉണ്ടല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞു, അത് എല്ലാവരിലും ഉണ്ടാവില്ല. അതിൽ ചിലതൊക്കെ ചിലരിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എക്സാക്റ്റായിട്ട് BPD ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. പിന്നൊരു കാര്യം നമ്മളെ നാട്ടുനടപ്പ് അനുസരിച്ചിട്ട് പറയുന്നതാണ്, ഇങ്ങനെ ഈ പെൺകുട്ടികളിലൊക്കെ ഇതേപോലെ ഒരുപാട് റിലേഷൻഷിപ്സ്, ഇങ്ങനെ ഷോപ്പിങ്ങിന് ഭയങ്കര ക്രേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ നാട്ടിൽ പറയുന്ന കാര്യമാണ് ഒക്കെ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും, വേറെ വീട്ടിൽ പോകുമ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളും എന്നുള്ള രീതിയിൽ. ഈ ബോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ ഒരു കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട്, ഒരു പെർമനൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് പോലും കാര്യമില്ല. അവരിതിൽ നിന്നൊക്കെ മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇന്ന് കുട്ടികളിലും മുതിർന്നവരും മാനസിക സംഘർഷങ്ങൾ കൂടി വരികയും അതേപോലെ വൈകല്യങ്ങളും കൂടി വരുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ BPD ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എടുത്തു കഴിഞ്ഞാൽ അത് കൗൺസിലിങ്ങിലൂടെയും, ഇപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രവണത, ദേഷ്യം, സങ്കടം, ഇതൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മരുന്നിൻ്റെ ആവശ്യം കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചികിത്സ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒറ്റ സിറ്റിങ്ങിൽ വന്നിട്ട് ഒരു മാജിക് ഉണ്ടാക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിനുള്ള ക്ഷമ എല്ലാവരും കാണിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, ഇതുപോലത്തെ കുരു ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴപ്പെന്ന് പറയും. അതിൽ കുറച്ചൊരു എത്തിക്സ് കാണിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇപ്പം നിനക്ക് താല്പര്യമില്ല, ഇപ്പം എന്തും താല്പര്യമില്ല, ഒന്നുമില്ല, നീ ഈ മറ്റേ പ്രേമിച്ച് കുണച്ചതൊന്നും അല്ല, മീൻസ് നിങ്ങൾ കല്യാണം കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ബ്രേക്കപ്പ് അല്ല, ഇനി ഒരു ഡിവോഴ്സ് എന്ന ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ താല്പര്യമില്ല ഡിവോഴ്സ് ചെയ്യുക, അല്ലാണ്ട് നാണം കെടുത്തി നാട്ടുകാരെ അറിയിച്ച് വരുമ്പോൾ മൂഞ്ചി കുണച്ച വർത്താനം പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഒളിച്ചോടുന്ന വീഡിയോ വരെ പുറത്തായി, നാണം കെട്ട് നാറിയില്ലേ മേഘേ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് പറയുന്നത്. പിന്നെ അവനും അവളും കൂടി കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നിൻ്റെയൊക്കെ ജീവിതം ഏത് കോഞ്ഞാഴ്ചത്ത് കോത്താഴ്ത്ത് പോകുന്ന ചോദിച്ചാൽ ദൈവത്തിന് പോലും അറിയത്തില്ല. അഖിലേ, നീ ഒരു കാര്യം ചെയ്യും, മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്ക്. ഇപ്പം നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഏത് തെറ്റ്? ഈ പറഞ്ഞ പോലെ നിൻ്റെ കണ്ടന്റ് കോപ്പെന്ന് പറഞ്ഞ് നീ നടന്നപ്പോൾ നിൻ്റെ ഭാര്യയെ നീ തിരിഞ്ഞു നോക്കിയില്ല, അത് വേറൊരു തെറ്റ്. എന്ന് വെച്ചിട്ട് അവൾ നിന്നോട് ചെയ്ത ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിന്നോട് ചെയ്തത് വെറും തൊട്ടിപ്പരിപാടിയാണ്. ഓക്കെ, വെറും തൊട്ടിപ്പരിപാടിയാണ്, അത് ഒരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഇനി മൊത്തം പുരുഷന്മാരോട് പറയാനുള്ള, ഞാൻ അടങ്ങുന്നവരടുത്ത് പറയാനുള്ള, നമുക്ക് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയം ഉണ്ടെങ്കിൽ മാത്രം കെട്ടാൻ നിൽക്കുക. അല്ലാതെ കെട്ടി ഒരു പെണ്ണിൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കുമല്ല. അവർക്ക് അവരുടേതായ നീഡ്സ് ഉണ്ട്, കെയർ വേണം, പിന്നെ പല കാര്യങ്ങളുണ്ട്. ഈ BPD കൂപ്പിടി ഒക്കെ ഉണ്ടെങ്കിൽ ഈ മൂഡ് സ്വിംഗ്സ് വരുന്ന സമയത്ത് അവർക്ക് കൂടെ ഒപ്പം ഉണ്ടാവണം, ആശ്വസിപ്പിക്കാനും അവരുടെ സങ്കടങ്ങൾ പറയാനും ഒക്കെ അവർക്ക് കൂടെ ഒരാൾ വേണം, ഒരു പാർട്ട്ണറായിട്ട്.
അത് നമ്മളില്ലെങ്കിൽ, കെട്ടിയോ ഇല്ലെങ്കിൽ സൈഡിൽ കൂടി നൂല് വലിക്കണവന്മാർ വരും. അപ്പോൾ അവന്മാർ കൊണ്ടുപോകും. അത് സ്വാഭാവികമാണ്. പിന്നെ നാളെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കെട്ടാൻ പോകരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് എനിക്കും എൻ്റെ ജീവിത ചരിത്രമോ അങ്ങനെ ഒന്നും അധികം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ അന്വേഷിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പലരും അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും അവസ്ഥയുടെ അവൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പിന്നെ എന്താ പറയുക, പോയത് പോട്ടാ. നിന്നെ വേണ്ടാത്തവർ നീ നിന്നെ ഇട്ടിട്ട് പോയെങ്കിൽ നല്ലത്. ഈ കഷായം ഗ്രീഷ്മയൊക്കെ വിഷം കൊടുത്ത് ഷാരോണിനെ തീർത്തതുപോലെ എന്തായാലും തീർത്തില്ലല്ലോ. ആ ഒരു ഗതി എനിക്ക് വന്നില്ലല്ലോ. നിന്നെ തീർത്തിട്ടോ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടോ പോകാത്തത് നിന്റെ ഭാഗ്യം ഒന്നും കൂട്ടിക്കുക. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കുക. നിന്റെ ലൈഫ്, നിന്റെ ജീവിതവും ജീവനും നിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് നിന്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. ഇതിന്റെ പിന്നാലെ പോയി അല്ലെങ്കിൽ ഇത് ഓർത്തിരുന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ വേണ്ടാത്തവർ നിന്നെ ഇട്ടിട്ട് പോയി. അങ്ങനെ ഒറ്റ മൂഡ് എടുക്കുക. നീ നിന്റെ ലൈഫ് ജീവിക്കുക. നിനക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആരെയും കിട്ടും. അല്ലെങ്കിൽ ഇനി നീ നിനക്കെപ്പം നിന്റെ കണ്ടന്റൊക്കെ മാത്രം നോക്കിക്കൊണ്ടിരിക്കാണ്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫാമിലിക്കും കൂടി വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനെന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കുക. അല്ലാത്ത പക്ഷം കല്യാണം കോലാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പെണ്ണുങ്ങളെ ജീവിതം തൊലയ്ക്കാതിരിക്കുക. അതേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒളിച്ചോടുന്നതിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ടും ചെയ്യത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.